ഇടുക്കി മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റായി ദീപ രാജ്കുമാർ തുടരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. തന്റെ വ്യാജ ഒപ്പിട്ടാണ് രാജിക്കത്ത് നൽകിയതെന്ന ദീപയുടെ വാദം ശരിവെച്ചാണ് കമ്മീഷൻ നടപടി. കോൺഗ്രസ് നേതാക്കൾ നിർബന്ധിച്ച് ഒപ്പിടിച്ചതെന്നായിരുന്നു ദീപയുടെ ആരോപണം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി പ്രസിഡന്റ് സ്ഥാനം മറ്റൊരു വനിതയ്ക്ക് നൽകുന്നതിനാണ് കോൺഗ്രസ് നേതൃത്വം ദീപയുടെ രാജി ആവശ്യപ്പെട്ടത്. ഇക്കഴിഞ്ഞ 29-നാണ് കോൺഗ്രസ് ഭരിക്കുന്ന മൂന്നാർ പഞ്ചായത്തിലെ പ്രസിഡന്റായ ദീപ രാജ്കുമാർ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പമെത്തിയാണ് രാജിക്കത്ത് കൈമാറിയത്. എന്നാൽ നേതാക്കൾ പോയ ശേഷം തന്നെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം നേതാക്കൾ നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചുവെന്നും ബലമായി സെക്രട്ടറിയുടെ മുൻപിലെത്തിച്ച് കത്ത് കൈമാറിയെന്നും കാണിച്ച് ദീപ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഈ പരാതിയിലാണ് ദീപയ്ക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവുണ്ടായിട്ടുള്ളത്. തന്റെ സമ്മതത്തോടെയല്ല രാജിക്കത്തിൽ ഒപ്പിട്ടതെന്ന വാദം ദീപ ആവർത്തിച്ചു. ഇനി പോട ചൊല്ലി சொல்லி கம்பல் பண்ணாங்க. இனி போட சொல்லி இருக்க வச்சு நீ போட்டு கொடுக்கணும், இல்லை அடுத்து நாங்கள் மாற்றி கொடுக்கணும் நீங்கள் அப்படின்னு சொல்லி எனக்கு கம்பல் பண்ணி என்கிட்ட வாங்கினாங்க. ഭീഷണിപ്പെടുത്തി ഒപ്പിടിച്ചുവെങ്കിൽ പോലീസിൽ പരാതി നൽകാമായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ ദീപയുടെ വാദം തെറ്റാണെന്നും തുടർ നിയമ നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. കോൺഗ്രസ് അത്തരത്തിൽ കൂട്ടിയിട്ട് ഒപ്പുമേടിക്കുന്ന പാരമ്പര്യമല്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർ സ്വമേധയാ ഒപ്പിട്ടതിന് ശേഷം വീണ്ടും സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും മാത്രം അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു സംഗതിയാണ് ഇതെന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. അവർക്കെതിരെയും നമ്മൾ നിയമ നടപടിയായി മുമ്പോട്ട് പോകും. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ പ്രസിഡന്റ് സ്ഥാനം മറ്റൊരു വനിതയ്ക്ക് നൽകുന്നതിനാണ് കോൺഗ്രസ് നേതൃത്വം ദീപയുടെ രാജി ആവശ്യപ്പെട്ടത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.